ഇന്ന് നമ്മളെ നോക്കിക്കഴിഞ്ഞാൽ സത്യത്തിൽ മനുഷ്യന്മാരില്ല. അല്ലെങ്കിൽ ഈ പറയുന്ന കാടും മലയും ഏ, പട്ടിയും പൂച്ചയും പോലത്തെ ആ സൃഷ്ടിച്ച അവസ്ഥ, അല്ലെങ്കിൽ ഒരു സൃഷ്ടി എങ്ങനെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ള ഭാഗത്ത് ഇന്ന് മനുഷ്യന്മാരുടെ എണ്ണം ഭയങ്കര കുറവാണ്. എല്ലാവരും ഒരു മുഖം മൂടിയാണ്, അല്ലെങ്കിൽ ഒരു സോഷ്യൽ മാസ്ക്, അതാണ് എല്ലാവരും കൊണ്ട് നടക്കുന്നത്. മിക്ക ബന്ധങ്ങളിലൊക്കെ ഇതിന് ബന്ധം വേണ്ട, ഓരോ നിമിഷത്തിലും മനുഷ്യൻ ജീവിക്കുന്നത് ഈ ഒരു സോഷ്യൽ മാസ്കിൻ്റെ ഭാഗത്താണ്. ശ്രദ്ധിച്ചു നോക്കിയാൽ കാണാം. കാരണം ഉള്ളിൽ പലപ്പോഴായിട്ട് വരുന്ന സങ്കടങ്ങളോ ദേഷ്യങ്ങളോ അല്ലെങ്കിൽ മറ്റൊരാളോടുള്ള വെറുപ്പോ വിദ്വേഷമോ ഇതൊന്നും പ്രകടിപ്പിക്കാൻ സാധിക്കാതെ ഒരു മാസ്ക് ഇട്ടിട്ട് അങ്ങനെ ജീവിക്കുക. അത് കുടുംബത്തിലായാലും ഓഫീസിലായാലും എല്ലായിടത്തും ഇതാണ് മനുഷ്യനിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരിക്കലും ആ സ്വരൂപത്തിലേക്ക് വരാൻ അവന് പറ്റണില്ല. കാരണം എന്താ? കാരണം അവനവനെ സത്യസന്ധമായിട്ട് പ്രകടിപ്പിച്ചിട്ടില്ലെങ്കിൽ അവിടെ എന്താ സംഭവിക്കുക? അവിടെ നമുക്ക് കൂടെ കൂട്ടാൻ നമ്മുടെ തന്നെ ആ മുഖംമൂടിയെ നമ്മൾ ഉപയോഗിക്കേണ്ടി വരും. ആ മുഖംമൂടി എന്ന് പറഞ്ഞാൽ നമുക്ക് ഭയങ്കര എഫേർട്ടുള്ളൊരു സംഭവമാണ്. കാരണം നമ്മൾ മറ്റുള്ളവൻ്റെ മുന്നിൽ ജയിക്കാനും അല്ലെങ്കിൽ ആ വിഷമവും സങ്കടവും എക്സ്പ്രസ് ചെയ്യാത്തത് കൊണ്ട് തന്നെ തിരിച്ച് എങ്ങനെ അവനേക്കാൾ കേമനാകാം എന്നുള്ള ഭാഗത്ത് മാത്രമാണ് നമ്മൾ കാര്യങ്ങൾ കൊണ്ടുപോകുക. അതുകൊണ്ട് തന്നെ നമ്മുടെ ജീവിതം ഭയങ്കര കഷ്ടപ്പാടും. മറിച്ച് അവനവനെ സത്യസന്ധമായിട്ട് പ്രകടിപ്പിക്കാൻ ഒരു വ്യക്തിക്ക് സാധിച്ചു കഴിഞ്ഞാൽ അവൻ്റെ ജീവിതം ഭയങ്കര മനോഹരമാവും. അത് ഭയങ്കര രസമാണ്, മനസ്സിലായ? അതിൽ വേറെ പ്രത്യേകിച്ച് ഒരു കാര്യമില്ല. ഇത് സംഭവിക്കാത്തത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമ്മളെല്ലാവരും നമ്മുടെ ഉള്ളിൽ ഓരോരുത്തരെ ഉണ്ടാക്കി വെച്ചിരുന്നു. ഓരോ ബിംബങ്ങൾ അല്ലെങ്കിൽ ഓരോ ചിത്രങ്ങൾ നമ്മൾ ഉണ്ടാക്കി വെച്ചിരുന്നു. അപ്പോൾ ഈ ചിത്രങ്ങളുമായിട്ടാണ് നമുക്ക് ബന്ധമുള്ളത്. അല്ലാതെ റിയൽ ലൈഫ് സ്റ്റോറി അല്ലെങ്കിൽ റിയലായിട്ട് ലൈഫിനെ എക്സ്പീരിയൻസ് ചെയ്യുന്ന ഭാഗത്ത് നമുക്ക് ബന്ധങ്ങളില്ല. അപ്പം ഈ ചിത്രങ്ങളുടെ ഭാഗത്തേക്ക് അല്ലെങ്കിൽ ഈ ചിത്രങ്ങളിലുള്ളതുപോലെ അവർ പ്രോപ്പറായിട്ട് ബിഹേവ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഓക്കെയാണ്. നമ്മുടെ ചിത്രത്തിന് എന്തെങ്കിലും ഒരു തടസ്സം വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഭയങ്കരമായിട്ട് ഫ്രസ്ട്രേറ്റഡ് ആവും. കാരണം എന്താണ്? നമ്മളെ സംബന്ധിച്ച് നമ്മൾ ഉണ്ടാക്കിയെടുത്ത ചിത്രങ്ങൾ മാത്രമാണ്. കാരണം നമ്മൾ തന്നെ ഒരു ചിത്രമാണ് നമുക്ക്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ തന്നെ ഒരു മാസ്ക് ഇട്ട് നടക്കുന്നത് കൊണ്ട് എല്ലാവരെയും നമ്മൾ ഈ മാസ്കിൻ്റെ ഭാഗത്തിരുന്നാണ് കാണുന്നത്. മറിച്ച് നമ്മുടെ സത്യസന്ധമായ അവസ്ഥ നമുക്ക് എക്സ്പ്രസ് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ കണ്ടോ, ഈ ആകാശത്തോളം വിശാലമാണ് സത്യത്തിൽ നമ്മൾ. പക്ഷേ നമുക്കത് അറിയാൻ പറ്റുന്നില്ല. കാരണം നമ്മൾ ഉത്തരവാദിത്തങ്ങൾ അല്ലെങ്കിൽ സാമൂഹ്യ ചുറ്റുപാടുകളെന്നും പറഞ്ഞിട്ട് നമ്മൾ സത്യത്തിൽ ഒന്നുകിൽ ഭൂമിയിലേക്ക് ആഴ്ന്നിറങ്ങിപ്പോയ മരം ഉണ്ടല്ലോ, ഈ മരത്തിൻ്റെ വേരൊക്കെ ഭൂമിൻ്റെ അടിയിലേക്ക് അധികമായിട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ പുറത്തേക്ക് വരാൻ സാധനം ഉണ്ടാവില്ല. അല്ലെങ്കിൽ അമിതമായിട്ട് പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ അതും ഈ മരത്തിനെ സാരമായിട്ട് ബാധിക്കും എന്നതുപോലെയാണ് നമ്മളെ കഥ. നമുക്ക് ഉത്തരവാദിത്തങ്ങളുണ്ട്. ഒന്നുകിൽ നമ്മൾ ഈ ഉത്തരവാദിത്തത്തിൻ്റെ ആ വലിവിൽ നമ്മളെ ജീവിതം ഓൾമോസ്റ്റ് നമ്മൾ തുമ്പില്ലാതാക്കും. അല്ലെങ്കിൽ
ഈ ഉത്തരവാദിത്വം ഒന്നും ഏറ്റെടുക്കില്ല എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഇതിനെല്ലാം റിജക്റ്റ് ചെയ്തിട്ട് നമ്മൾ ഈ പറയണ ആകാശത്തിൻ്റെ ഭാഗത്തേക്ക് പോകും. ഇത് രണ്ടായാലും സത്യത്തിൽ ഞാനെന്ന് പറയുന്ന വ്യക്തി നശിക്കുകയാണ്. കാരണം എന്താ, എന്നെ ഡീല് ചെയ്യാത്ത ഒരവസ്ഥ, അല്ലെങ്കിൽ എന്നെ പ്രോപ്പറായിട്ട് മാനേജ് ചെയ്യാൻ എനിക്ക് പറ്റണില്ല എന്നുള്ളൊരു തോന്നലിലാണ് ഈ രണ്ട് ഭാഗത്തേക്കുമുള്ള ചാഞ്ചാട്ടം നമ്മളിൽ സംഭവിക്കുന്നത്. മറിച്ച് എന്നെ ഇവിടെ ഞാൻ ബാലൻസ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ആ ബാലൻസിൻ്റെ ഭാഗത്തേക്ക് ജസ്റ്റ് ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഇത് കൃത്യമായിട്ട് കാണാൻ പറ്റും. ഞാൻ എഫേർട്ട് എടുക്കുന്നതും ഇതെന്താ സംഭവിക്കണമെന്ന് വെച്ചാൽ, നമ്മൾ ഈ ഒരു കാന്തത്തിൻ്റെ മാതിരിയാണ്. കാന്തം ഉണ്ടല്ലോ, ഈ മണ്ണും പൊടിയൊക്കെ ആകർഷിക്കുന്നത് എന്നതുപോലെ നമ്മൾ പലതിനെയും ആകർഷിക്കാൻ വേണ്ടിയിട്ട് ഈ മുഖം മൂടിയിട്ടിരിക്കുകയാണ്. അപ്പോൾ ഈ കാന്തിക ശക്തി പോലെ തന്നെ നമ്മുടെ ഉള്ളിൽ ഏത് തരത്തിലുള്ള കണ്ടാമിനേഷനാണ്, അല്ലെങ്കിൽ ഏത് തരത്തിലുള്ള ശക്തിയാണ്, അല്ലെങ്കിൽ ശക്തിയെ ഉപയോഗിച്ചാണ് നമ്മൾ ആകർഷിക്കുന്നതെന്ന് നമുക്ക് യാതൊരു പിടുത്തവുമില്ല. കാരണം എന്താ, ഈ മാസ്ക് ഇട്ടിട്ടാണ് ഈ ആകർഷണം നമ്മൾ വർക്ക് ചെയ്യിക്കുന്നത്. മറിച്ച് അവനവനെ ശ്രദ്ധിക്കുന്ന ഭാഗത്ത്, അല്ലെങ്കിൽ ഞാൻ എന്നെ ഫീൽ ചെയ്യുന്ന ഭാഗത്ത്, ഞാൻ എന്നെ എക്സ്പ്രസ് ചെയ്യുന്ന ഭാഗത്ത് സത്യസന്ധമായിട്ട് ഇരുന്നാൽ മാത്രമേ സ്വസ്ഥമായിട്ട് ജീവിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇത്രയും കാലം ഈ സ്വസ്ഥമായിട്ട് ജീവിക്കുക എന്നുള്ളത് കഥകളിൽ മാത്രമായിരുന്നു. എന്നാൽ ഇന്ന് അങ്ങനെയല്ല. ഇന്ന് അതേ അവസ്ഥയിൽ ജീവിച്ചിരിക്കുന്ന ആളുകളെ കൃത്യമായിട്ട് നിങ്ങൾക്ക് ഇൻട്രാക്റ്റ് ചെയ്യാനും അസോസിയേറ്റ് ചെയ്യാനും ഉള്ള സാധ്യതകൾ ഇവിടെ ഉണ്ട്. ഞാൻ മോട്ടിവേഷണൽ സ്പീക്കർമാരെ പറ്റിയല്ല പറയണത്. കാരണം മോട്ടിവേഷണൽ സ്പീക്കേഴ്സ് എന്ന് പറയുമ്പം നിങ്ങൾക്കറിയാലോ, അത് ജസ്റ്റ് ഒരു ടെമ്പററി സ്റ്റിമുലേഷൻ മാത്രം. അത് വേറൊരു ടൈപ്പ് ഓഫ് മാസ്കാണ്, ഒരു കോൺഫിഡൻസിൻ്റെ മാസ്ക്. പക്ഷെ അതല്ല, നമ്മൾ എന്തിനെയാണോ അട്രാക്റ്റ് ചെയ്യുന്നത്, ആ അട്രാക്റ്റ് ചെയ്യാനുള്ള കാരണത്തെയാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. അപ്പോൾ ആ കാരണത്തെ കണ്ടുപിടിക്കുമ്പം ഞാൻ എന്നിലേക്ക് കൊണ്ടുവരുന്നത് പ്രോപ്പർ അല്ലെങ്കിൽ ഞാൻ പ്രോപ്പർ അല്ലാത്തത് കൊണ്ടാണ്, അല്ലെങ്കിൽ പ്രോപ്പറായിട്ടുള്ള പ്രോപ്പർട്ടിയെ ഞാൻ തിരിച്ചറിയാത്തത് കൊണ്ടാണ്. അല്ലാതെ ഈ ലോകത്തിൽ ആർക്കും ഒരു പ്രശ്നവുമില്ല. അല്ലെങ്കിൽ ഒരു പ്രശ്നമില്ലാത്ത ഒരാളെ നമുക്ക് സ്വന്തമാക്കാനോ അല്ലെങ്കിൽ നമ്മളെ കൂടെ ജീവിക്കാനോ ഒരിക്കലും നമുക്ക് ഒരു സാധ്യതയില്ല. മറിച്ച് ഇപ്പം ആരുടെ കൂടെയാണോ നമ്മളുള്ളത്, അവിടെ സത്യസന്ധമായിട്ട് എന്നെ എക്സ്പ്രസ് ചെയ്യുമ്പം വേണ്ടാത്ത, അതായത് ഞാൻ എന്നെ സത്യസന്ധമായിട്ട് എക്സ്പ്രസ് ചെയ്യും. കാരണം ഞാൻ സങ്കടപ്പെടുകയാണ്, ഞാൻ വിഷമിക്കുകയാണ്, അല്ലെങ്കിൽ നിങ്ങളിങ്ങനെ ചെയ്യുമ്പോൾ എനിക്ക് ഇങ്ങനെയാണ് ഫീല്. ഇത് തുറന്ന് പറയാൻ സാധിച്ചിട്ടില്ലെങ്കിൽ, അല്ലെങ്കിൽ ഇത് തുറന്ന് പറയുമ്പം അവരെന്നെ വിട്ടുപോകുന്ന ഭാഗത്താണ്, ആ ഭയത്തിലാണ് ഞാനൊരാളെ കൂടെ ജീവിക്കണതെങ്കിൽ എന്തോരം പാടാണ്. ശരീരത്തിൽ ഫുള്ള് സഫറിങ് അല്ലേ. നിങ്ങൾ എന്ത് ജോലി ചെയ്താലും നിങ്ങളിങ്ങനെ ഉള്ളിലിങ്ങനെ ചുരുങ്ങിക്കൊണ്ടിരിക്കും, ശോഷിച്ചു കൊണ്ടിരിക്കും. ഇനി നിങ്ങളൊരാളെ പ്ലീസ് ചെയ്തിട്ടാണ് ജീവിക്കണതെങ്കിൽ നിങ്ങളെക്കാൾ വലിയവനാണെന്ന്, അല്ലെങ്കിൽ നിങ്ങളെക്കാൾ എക്സെപ്ഷണലായിട്ട് എന്തെങ്കിലും കഴിവ് മറ്റൊരാൾക്ക് ഉണ്ടെന്ന് തോന്നുന്നു, അല്ലെങ്കിൽ വേറൊരു സെലിബ്രിറ്റീനെ കൂടെയാണ് നിങ്ങൾ നിൽക്കുന്നതെങ്കിൽ നിങ്ങളുടെ ലൈഫ് ഒരിക്കലും നിങ്ങൾ സെലിബ്രേറ്റ് ചെയ്യാൻ പോകുന്നില്ല. കാരണം നിങ്ങളുടെ ചിന്തക്ക് സ്ഥാനം കൊടുത്തിട്ടാണ് മറ്റൊരാളെ നിങ്ങളെക്കാൾ കേമനോ കുറവുള്ളവനോ ആക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് നഷ്ടപ്പെടുന്നത് നിങ്ങളുടെ സത്യസന്ധതയാണ്. കാരണം എപ്പോഴാണോ നിങ്ങളുടെ സത്യസന്ധത നിങ്ങൾക്ക് നഷ്ടപ്പെടുന്നത്, അല്ലെങ്കിൽ നിങ്ങൾക്ക് പൂർണ്ണമായിട്ട് എക്സ്പ്രസ് ചെയ്യാൻ സാധിക്കാത്തത്, അപ്പോൾ തൊട്ട് നിങ്ങളെടുക്കുന്ന ശ്വാസത്തിൻ്റെ അളവ് കുറയും. ശ്വാസം ഒരിക്കലും വയറിൻ്റെ ഭാഗത്തേക്കൊന്നും ഇറങ്ങാൻ പോണില്ല. നെഞ്ഞിലെപ്പോഴും ഒരു ഭാരം പോലെ, മനസ്സിലായോ? ചെസ്റ്റിലെപ്പോഴും ഇങ്ങനെ ഒരു ബലം പിടുത്തുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ ബോഡിയിൽ സ്ട്രെസ്സും സ്ട്രെയിനും വരും.
അപ്പോൾ നിങ്ങളെന്താ കണക്കൂട്ടുക? ഈ കൂടെയുള്ള ആൾ ശരിയല്ലാത്തത് കൊണ്ടാണ്. അയാൾ ശരിയല്ലെങ്കിൽ അയാളുടെ ശരികേട് നിങ്ങളെ ബാധിക്കാനുള്ള കാരണം നിങ്ങളെ തുറക്കാത്തത് കൊണ്ടാണ്. അപ്പോൾ ഞാൻ എന്നെ തുറക്കാൻ തയ്യാറാകുമ്പം ഞാൻ വെറും ഒരു നിരീക്ഷകൻ എന്നൊക്കെ പറയാം, ആ വാക്ക് ഉപയോഗിക്കാം. അല്ലെങ്കിൽ ഞാനിങ്ങനെ വെറുതെ ചുമ്മാ നോക്കിക്കൊണ്ടിരിക്കണ്. കാരണം എനിക്ക് പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല. കാരണം എല്ലാം പെർഫെക്റ്റായിട്ട് ഫങ്ഷൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സംഭവം എൻ്റെ കയ്യിലുണ്ട്. ഓക്കെ, അപ്പം അതിലിരുന്ന് കൊണ്ട് ഞാൻ കാര്യങ്ങളെ കൃത്യമായിട്ട് കൈകാര്യം ചെയ്യണ ഒരാളായിട്ട് ഇരുന്ന് കൊടുത്താൽ മതി. അപ്പോൾ അവിടെ നടക്കേണ്ട പോലെ കാര്യങ്ങൾ നടക്കുന്നുണ്ട്. അപ്പോൾ അതിൽ ചില ആളുകൾ നമ്മളെ വിട്ടു പോകുന്നു നമുക്ക് തോന്നുന്നു. ഓക്കെ, അതുകൊണ്ട് പോകാതിരിക്കാൻ വേണ്ടിയിട്ട് പാടുപെടുന്നു. ഒന്ന് ജസ്റ്റ് മാറിയിരുന്ന് നോക്കിക്കഴിഞ്ഞാൽ അയാൾക്ക് ഈ ശാന്തതയല്ല താല്പര്യമെങ്കിൽ, നിങ്ങളെ ഒരു ജോലിക്കാരനായിട്ടാണ് വേണ്ടതെങ്കിൽ അയാൾ വിട്ടുപോകും. വേറെ കാര്യമൊന്നുമില്ല. മറിച്ച് നിങ്ങൾ അനുഭവിക്കുന്ന ഈ ശാന്തത, ഈ പ്രപഞ്ചം എങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്ന് അറിയാനുള്ള നിങ്ങളുടെ താല്പര്യം, ആ താല്പര്യത്തിനനുസരിച്ച് നിങ്ങൾ കൊണ്ടുപോകുമ്പം അതിന് നിങ്ങളെ കൂടെ നിൽക്കാൻ നിങ്ങളുടെ ജീവിതം മുഴുവൻ കൂടെ ഉണ്ടാവും എന്ന് പറഞ്ഞവർക്ക് സാധിക്കണില്ലെങ്കിൽ പിന്നെ വേറെ കാര്യമൊന്നുമില്ലല്ലോ. അപ്പോൾ അവർ പോണത് ഇങ്ങനെ ഇതാകണ്ട, ദൂരേക്ക് നോക്കിയിരുന്നാൽ മതി, വെറുതെ നോക്കിയിരുന്നാൽ മതി. കാരണം ഞാനൊന്നും ചെയ്തിട്ടില്ല. മറിച്ച് അവരെ കൂടെ നിർത്താൻ നോക്കുമ്പം നിങ്ങൾ ഈ പറയുന്ന മാസ്കിൻ്റെ ഉള്ളിൽ നിങ്ങളെ തന്നെ നശിപ്പിക്കുക. ഒരു തരത്തിലുള്ള ഫീലിങ്ങും നിങ്ങൾക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റില്ല. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആ ഇമേജിൻ്റെ ഭാഗത്ത് നിങ്ങൾ സ്റ്റക്കാവും. എന്നിട്ട് ഈ ഇമേജിന് എന്തെങ്കിലും കോട്ടം വന്നു കഴിഞ്ഞാൽ നിങ്ങളാകെ തകരും. കാരണം ഇവിടെ എല്ലാവരും ജീവനോടെ ജീവിച്ച് അത് പരിശീലിക്കുകയാണ്. അപ്പോൾ ആ ഇമേജിൻ്റെ അപ്പുറം ഇപ്പുറം ഒക്കെ കാര്യങ്ങൾ സംഭവിക്കും. അപ്പോൾ ആദ്യം ഞാൻ എന്നെ ക്രമീകരിക്കണം. ഈ ഹാപ്പനിങ്ങിന് അനുസരിച്ച് ഞാൻ എന്നെ ആദ്യം ക്രമീകരിക്കണം, വേണ്ടേ? അപ്പോഴല്ലേ ഈ പ്രപഞ്ചത്തിൻ്റെ ക്രമം എന്താണെന്നുള്ള ഭാഗം എനിക്ക് മനസ്സിലാവുള്ളൂ. എന്നെ ക്രമീകരിക്കാൻ ഞാൻ തയ്യാറല്ല. അല്ലെങ്കിൽ ഞാൻ എന്നെ ക്രമീകരിക്കുന്നത് പോലും ചില കൊടുക്കൽ വാങ്ങലിന് വേണ്ടിയിട്ടാണ്. 10 ദിവസം ഞാൻ സഹിച്ചില്ലേ? അല്ലെങ്കിൽ അടുക്കളയിലെ പാത്രം മുഴുവൻ ഞാൻ കഴുകി വെച്ചില്ലേ? അല്ലെങ്കിൽ ഞാൻ നിനക്കുള്ള ഡ്രസ്സ് മേടിച്ച് തന്നില്ലേ? അല്ലെങ്കിൽ ഞാൻ രാത്രി നിൻ്റെ കൂടെ കിടന്നു തന്നില്ലേ? നീ ഇന്നലെയും കൂടി എന്നെ ശാരീരികമായിട്ട് ലൈംഗികമായിട്ട് ബന്ധപ്പെട്ടതല്ലേ? ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ വെച്ചിട്ടാണ് കച്ചവടം നടക്കുന്നത്, മനസ്സിലായോ? അല്ലാതെ ഒരു ശാന്തതയിലിരിക്കുന്ന ആരെയും നിയന്ത്രിക്കാൻ പോവില്ല. കാരണം എന്ത് കാര്യത്തിനാണ്? അല്ലെങ്കിൽ എങ്ങനെയാണ് ഒരാളെ നിയന്ത്രിക്കണമെങ്കിൽ ഈ പറയണ ശ്വാസവും സ്വന്തമായിട്ട് അവനവനെ നിയന്ത്രിക്കാൻ പറ്റാത്ത ഒരാൾ മാത്രമേ മറ്റുള്ളവരെ നിയന്ത്രിക്കുന്ന ഭാഗത്തേക്ക് പോവുള്ളൂ. അതുകൊണ്ട് എത്രത്തോളം സമാധാനത്തിൽ നിങ്ങളുടെ കയ്യിൽ എത്ര കോടി രൂപ ഉണ്ടെന്നും പറഞ്ഞിട്ടൊന്നും യാതൊരു പ്രയോജനവുമില്ല. നിങ്ങൾക്ക് ഒരു നല്ലൊരു വണ്ടി ഉണ്ടെന്ന് പറഞ്ഞിട്ടും പ്രയോജനമില്ല. കാരണം അതിൻ്റെ ഉള്ളിലിരിക്കുന്ന ആ ആൾ സ്വസ്ഥതയിൽ വരണമെങ്കിൽ ഈ പറയുന്ന ക്രമീകരണത്തിൻ്റെ ക്ലാരിറ്റി കിട്ടിയേ പറ്റുള്ളൂ. അല്ലെങ്കിൽ ഈ ഒന്നായിട്ടിരിക്കുന്ന അവസ്ഥ അനുഭവിച്ചേ പറ്റുള്ളൂ. അല്ലാതെ ഉള്ളിലൊന്നും പുറമെ ഒന്നും ആയിക്കഴിഞ്ഞാൽ ഒരിക്കലും ഈ ശരീരത്തിൻ്റെ ഉള്ളിലേക്ക് ശ്വാസം കറക്റ്റായിട്ട് വരില്ല. ശ്വാസം കറക്റ്റായിട്ട് വരാത്തിടത്തോളം കാലം നിങ്ങളുടെ ബോഡിയിൽ മുഴുവൻ ബലം പിടുത്തു പോകും. അപ്പോൾ ഇത് എല്ലാവർക്കും മാറ്റിയിട്ട് ഒരു സമാധിയൊന്നുമല്ല. നമ്മൾ പതുക്കെ ഒരുമിച്ചിരുന്ന് ഇതിങ്ങനെ പരിശോധിച്ച് നമ്മൾ നോക്കുകയാണ് ഇതെങ്ങനെയാണ് വർക്ക് ചെയ്യണത്. ഇപ്പോൾ മൊബൈൽ ഫോണിൻ്റെ ഒക്കെ മാതിരി തന്നെ, മനസ്സിലായോ? ചാർജ് ഇല്ലാത്തപ്പോൾ നമ്മൾ ചാർജ് ചെയ്യും, ചാർജിനനുസരിച്ച് ഉപയോഗിക്കും. ഇത് ചൂടായാൽ നമ്മൾ സ്റ്റോപ്പ് ചെയ്യും. ഇതിൽ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ചെയ്യുന്നത് പോലെ തന്നെയാണ്. ഇപ്പോൾ ബാക്ക്ഗ്രൗണ്ടിൽ ചില റണ്ണിങ് ആപ്പുകളുണ്ടെങ്കിൽ അതൊക്കെ നമ്മളെ എനർജി ഡ്രെയിനാക്കും. പുതിയ ആപ്പുകൾ ഇൻസ്റ്റാൾ ചെയ്യുമ്പം നമ്മൾ വളരെ ശ്രദ്ധിക്കണം. ഉത്തരവാദിത്തങ്ങളെന്ന് പറഞ്ഞ് എല്ലാം എന്ത് സാധനം ഈ ലോകത്തെടുത്തു നോക്ക്, അതെല്ലാം
ഒരു മനുഷ്യൻ്റെ ജീവിതവും അല്ലെങ്കിൽ ഈ ശരീരം പ്രവർത്തിക്കുന്ന അവസ്ഥയുമായിട്ടുള്ള ബന്ധത്തിലാണ്. പക്ഷേ അതെല്ലാം ഇന്ന് ഭയങ്കര ഡെവലപ്മെൻറ്റിൻ്റെ ഭാഗത്തേക്ക് പോയി. ഏത് മനുഷ്യൻ്റെ കണ്ടുപിടുത്തങ്ങൾ ഡെവലപ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ അങ്ങനെ ഡെവലപ്മെൻ്റ് അല്ല, അതെല്ലാം സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ചെയ്യണത് പോലെ ഒരു അപ്ഡേഷൻ നടക്കുന്നുണ്ട്. 2026 യുവർ സോഫ്റ്റ്വെയർ 20 ദിസ് ആൻഡ് ഗോയിങ് ടു അപ്ഡേറ്റ് ടു നൈറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് മെസ്സേജ് വരാറില്ലേ? പക്ഷേ മനുഷ്യൻ നോക്കിയേ, 2026 ഇരുന്നിട്ടും 2000 വർഷം, 25 വർഷമല്ല, 2000 വർഷം പഴക്കത്തിലുള്ള കുറേ ഗുരുക്കന്മാരുടെയും കുറേ പൊട്ട പുസ്തകങ്ങളും വായിച്ചിട്ട് ഒരു തരത്തിലുള്ള അപ്ഡേറ്റും ഇല്ലാതിരിക്കുക. ഇനി എന്തെങ്കിലും അപ്ഡേറ്റ് ഉണ്ടെങ്കിൽ എന്തിൽ നിന്നാണ് അപ്ഡേറ്റ് ചെയ്യണത്? ഇവൻ്റെ ബുദ്ധിയിൽ നിന്ന് ഇവൻ കണ്ടുപിടിച്ച കാര്യങ്ങളുടെ അപ്ഡേഷനാണ് ഇവൻ്റെ അപ്ഡേറ്റ് എന്ന് തെറ്റിദ്ധരിച്ചിരിക്കുന്നത്. അല്ലാതെ ഈ ശരീരത്തിൽ എന്തെല്ലാം രീതിയിൽ മാറ്റങ്ങൾ വരുത്താൻ പറ്റും, അല്ലെങ്കിൽ ഈ ശരീരത്തിൽ സമാധാനത്തിലിരിക്കുന്ന ഒരവസ്ഥ ഇന്ന് വരെ ഒരു മനുഷ്യന് കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ ആ ഒന്നായിട്ടിരിക്കുന്ന അവസ്ഥയല്ലേ നമ്മുടെ ബേസ്. അതിൽ നിന്നല്ലേ നമ്മൾ വീണ്ടും വീണ്ടും നമ്മളിലുള്ള മാറ്റങ്ങളെ തിരിച്ചറിഞ്ഞ് നമ്മൾ ഓക്കെ ദേഷ്യം വന്നു, ഈ ദേഷ്യത്തിലിരിക്കാൻ എനിക്ക് പറ്റൂല, അതുകൊണ്ട് അപ്പുറത്തുള്ള ആൾക്ക് 2 കൊടുക്കുക, അല്ലേ, അടിച്ചിട്ട് അവൻ്റെ പരിപ്പെടുക്കുക, അല്ലെങ്കിൽ അവനെ അങ്ങോട്ട് കൊന്നു കളയുക. കാരണം എനിക്ക് ദേഷ്യം പിടിക്കാൻ പറ്റൂല. ഇതാണ് അപ്ഡേറ്റ്, മനസ്സിലായ? ഇതെത്രയോ വർഷങ്ങൾക്ക് മുമ്പുള്ള അപ്ഡേറ്റാണ്. ഇന്നങ്ങനെയല്ല, ഇന്ന് ലേറ്റസ്റ്റ് അപ്ഡേറ്റാണ്. അവൻ ദേഷ്യം പിടിക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അവൻ ദേഷ്യം പിടിപ്പിക്കുന്നുണ്ടെങ്കിൽ എൻ്റെ ഉള്ളിൽ അവനുമായിട്ട് ഒരു അവിഹിത ബന്ധമുണ്ട്. കാരണം ഇന്ന് ഞാനിരിക്കുന്നത് എൻ്റെ പരമാധികാരമായ എൻ്റെ കപ്പാസിറ്റിയിലാണ്. അപ്പോൾ അവിടെ എന്തിനാണ് വെറുതെ എന്നെ തന്നെ നശിപ്പിക്കുന്ന ഒരു ബന്ധം എനിക്ക്? ഞാനാരെയും വിട്ടുപോകണ്ട. ഓക്കെ, അവൻ ദേഷ്യം പിടിപ്പിക്കുമ്പം എൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഒരു ദേഷ്യം വരുന്നുണ്ട്, അത് വരാൻ ഇന്നയും ഒരു കാരണമുണ്ട്. ആ കാരണത്തെ ഞാൻ ഡിസോൾവ് ചെയ്തപ്പോൾ നോക്കുമ്പോൾ എന്താ, ഇത് അവൻ്റെ സ്വഭാവം കാണിക്കണതാ. അവൻ്റെ നാക്കിൽ നിന്ന് അവനൊരഴുക്ക് പുറത്തേക്ക് എറിയുമ്പം ഇതിനെ ഞാൻ പിടിച്ചെടുത്ത് ഞാൻ എൻ്റെ ഹോൾ ബോഡി സിസ്റ്റം, അവൻ്റെ നാക്കിൽ മാത്രമേ അഴുക്കുള്ളൂ, ഞാൻ എൻ്റെ ശരീരത്തിൽ മൊത്തം ഈ അഴുക്ക് കൊണ്ടുവരിക. മനസ്സിലായോ? എല്ലായിടത്തും ഇത് മാത്രമേ സംഭവിക്കുന്നുള്ളൂ. അപ്പോൾ നിങ്ങൾക്കിപ്പോൾ ഏത് തരത്തിലുള്ള ഭയം ഉണ്ടെങ്കിലും നിങ്ങൾ ചത്തുപോകും എന്നുള്ളതാവും മാക്സിമം പേടി വരുന്നത്. ഓക്കെ, അപ്പോൾ ഈ പേടി വരുന്നിടത്തോളം കാലം നിങ്ങൾ ഇതിൽ നിന്ന് ഓടാൻ വേണ്ടിയിട്ട് തയ്യാറെടുക്കും, നിങ്ങളുടെ ശ്രദ്ധ മാറ്റും. പക്ഷേ നിങ്ങളുടെ ശരീരം എന്ന് പറഞ്ഞാൽ ഒരു എങ്ങനെയാണോ, ഇപ്പോൾ നമ്മളിതിനൊക്കെ മരം എന്നാണ് വിളിക്കണത്, അല്ലേ? നമ്മളൊരു സിമ്പിൾ പേരിട്ട് വിളിക്കും, മരം, മല. പക്ഷെ ഇതൊക്കെ നോക്കിയേ, ഇതെല്ലാം ഈ ഭൂമിയിൽ നിന്ന് ആവശ്യത്തിനുള്ള ലവണധാതുക്കൾ വലിച്ചെടുത്ത് കാറ്റിന് ആടി ഒലഞ്ഞ് സ്വസ്ഥമായിട്ട് അവനവൻ്റെ ജീവിതം ഒരു പേടിയില്ലാതെ ജീവിക്കണം. കാരണം എന്തുകൊണ്ടാണ്? അവനവൻ ചെയ്യേണ്ട കാര്യങ്ങൾ കൃത്യമായിട്ട് ക്രമീകരിച്ച ഈ പ്രപഞ്ചത്തിൻ്റെ വ്യവസ്ഥയിലാണ് സഞ്ചരിക്കുന്നത്. നിങ്ങൾക്ക് ഭയം വരുന്നത് എന്തുകൊണ്ടാണ്? കാരണം ഓൾറെഡി ചെറുപ്പത്തിൽ എവിടെയോ കുറച്ച് ഭയം കയറിയാണ്. ഈ ഭയത്തെ മാറ്റാൻ വേണ്ടിയിട്ടുള്ള നെട്ടോട്ടത്തിന് ഭയം തന്നെയാണ് പിന്നെയും ഭക്ഷണമായിട്ട് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. മറിച്ച് ആ ഭയം വരട്ടെ, ആ വരുന്ന ഭയത്തെ ഒന്ന് നോക്കിയേ, ജസ്റ്റ് ചുമ്മാ വാച്ച് ചെയ്യുമ്പോൾ അത് ആ മരത്തിൽ കാറ്റടിച്ചിട്ട് ഏതെങ്കിലും ഒരു മരം കാറ്റ് വരുമ്പം മാറിക്കൊടുക്കണില്ല. മനസ്സിലായോ? അതിനത് ഫീൽ ചെയ്തിട്ട് അതിനെ കടന്നു പോകാൻ അനുവദിക്കുക. കടന്നു പോകാൻ അനുവദിക്കാത്തത് എന്താ? കാരണം നിങ്ങൾ മറ്റു പലതിനെയും കൺട്രോൾ ചെയ്യുന്നത് കൊണ്ട് മാത്രമാണ്. അല്ലെങ്കിൽ ഈ ശരീരവും ഈ പ്രപഞ്ചവും ഇതൊന്നും ഒന്നിൻ്റെയും ഭാഗമൊന്നുമല്ല, ഇതെല്ലാം ഒന്ന് തന്നെയാണ്. അപ്പം ആ സുഗമമായ ഫ്ലോക്ക് തടസ്സം നിൽക്കാനുള്ള കാരണം നിങ്ങളിൽ രൂപപ്പെട്ട മനസ്സാണ്. അപ്പോൾ ആ മനസ്സിൻ്റെ ഭാഗത്ത് നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടെന്ന് നിങ്ങൾക്ക് തോന്നുന്ന നിമിഷം തൊട്ട് നിങ്ങൾ ആ പ്രശ്നത്തെ കൈകാര്യം ചെയ്യാൻ നോക്കുന്നത് വീണ്ടും പ്രശ്നങ്ങളെ
കൂടുതൽ വഷളാക്കാനേ സാധിക്കുള്ളൂ. മറിച്ച് ഇപ്പോൾ ഞാനീ സംസാരിക്കുമ്പോൾ വീഡിയോ കേൾക്കുമ്പം ഭയങ്കര ആശ്വാസമാണ്, അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പഴയതുപോലെ ആകും. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇത് പിന്നെ നമ്മളെ ഫോണിനെ പോലെ തന്നെയാണ്. നിങ്ങൾക്ക് ഇതിലൂടെ കാര്യങ്ങൾ കേൾക്കാനും എല്ലാം സാധിക്കും. പക്ഷേ ഇത് ചാർജ് ചെയ്യണം. എന്നാലും അല്ലാതെ ഇതിൻ്റെ ഉള്ളിൽ ഐഫോണാണ്, കുറേ ആപ്പുണ്ട്, വീഡിയോസ് കാണാമെന്ന് പറഞ്ഞിട്ട് ഇത് ചാർജ് ചെയ്തിട്ടില്ലെങ്കിൽ ഇതിൽ പിന്നെ ഒന്നും കാണാൻ പറ്റില്ല, അല്ലേ? എന്നതുപോലെ തന്നെയാണ് മനുഷ്യൻ്റെ കാര്യം. അപ്പോൾ ഞാൻ പറയുന്ന, അല്ലെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും വീഡിയോ കേട്ടിട്ട് മോട്ടിവേറ്റ് ആവുന്നുണ്ടെങ്കിൽ നിങ്ങൾ പണിയെടുക്കണില്ല. കാരണം ഇത് നിങ്ങൾക്ക് ഒരു അണ്ടർസ്റ്റാൻഡിങ് അല്ല. ഇപ്പം ഇന്നലെ ആരോ കമൻ്റ് ഇട്ട്, അതായത് ഇങ്ങനെ വലിച്ചു നീട്ടാതെ കാര്യങ്ങൾ പറഞ്ഞുകൂടെ, ആർക്കും അറ്റൻഷനായിട്ട് അത്ര നേരമൊന്നും ഇരിക്കാൻ പറ്റില്ല എന്ന്. കാരണം പിന്നെ ബുദ്ധിയിൽ ചിന്തിച്ചിട്ട് ഇത് മനസ്സിലാവില്ല എന്ന്. ഇത് ബുദ്ധിയിൽ ചിന്തിക്കാൻ വേണ്ടിയിട്ട് പറയുന്ന കാര്യങ്ങളൊന്നും ഇവിടെ പറയണില്ല. ഇവിടെ ഈ ശബ്ദം വെറുതെ നിങ്ങളിങ്ങനെ കേട്ടിരിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പോൾ ആ കേട്ടിരിക്കുമ്പം നിങ്ങൾക്ക് എവിടെ നിന്നോ ഒരു സമാധാനം അനുഭവിക്കാൻ പറ്റുന്നുണ്ടെന്ന് പറയുന്നത്. ഓക്കെ, എനിക്കറിയില്ല കേട്ടോ. അപ്പം ആ പറ്റണ ഭാഗത്ത് അവിടെ അറ്റൻഷൻ കൊടുക്കണം. അല്ലാതെ എന്നും ഈ ഓഡിയോയും വീഡിയോയും ഈ ഗുരുക്കന്മാരെയും കീശയിലിട്ട് കൊണ്ടു നടക്കാൻ പറ്റുമോ? ഇല്ല. അപ്പം ഈ സമാധാനം കേൾക്കുക എന്ന് പറയുമ്പോൾ എന്താണ്? നിങ്ങളുടെ ശരീരം നിങ്ങൾ ഒന്നായിട്ട് അനുഭവിക്കണം. ഓക്കെ, അപ്പോൾ ഇത് കേട്ട് കഴിഞ്ഞ് ആ അനുഭവത്തിന് സ്ഥാനം കൊടുത്ത് അടുത്ത പരിപാടി ചെയ്യുമ്പം അവിടെയും ആ ശ്രദ്ധ വേണം. എങ്ങനെയാണോ എൻ്റെ വീഡിയോ കേൾക്കുമ്പം നിങ്ങൾ കേട്ടിരിക്കണത്, അതുപോലെ തന്നെ ഫുള്ളി ഇൻവോൾവ് ആവണം അടുത്ത കാര്യത്തിലും, അപ്പോൾ അതിൻ്റെ അടുത്ത കാര്യത്തിലും. അപ്പോൾ പതുക്കെ എന്തായി, നിങ്ങൾക്ക് നിങ്ങളുമായിട്ടുള്ള ഒരു കണക്ഷൻ വന്ന്, ആ കണക്ഷൻ വരുന്നതോടുകൂടി എവിടെയെല്ലാമാണോ നിങ്ങൾ ശ്രദ്ധയില്ലാതെ ചെയ്ത കാര്യങ്ങൾ, അതെല്ലാം പതുക്കെ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് വരും. അപ്പോൾ നിങ്ങൾ ശ്രദ്ധയോടെ ചെയ്യുന്ന കാര്യങ്ങളുമായിട്ട് നിങ്ങളുടെ ശരീരത്തിന് ഒരു ബന്ധം വരുമ്പം തന്നെ കാര്യങ്ങളുടെ കളി കംപ്ലീറ്റ് മാറും. മറ്റേതെന്താണ്, ഇതൊരു ബന്ധമില്ലാതെ കുറേ കാര്യങ്ങൾ ചെയ്യണം. അപ്പോൾ പിന്നെ ഇത്രയും വലിയ ഒരു ലോഡ്, ഇപ്പം ഈ ഒരു കല്ല് ഞാൻ കയ്യിൽ പിടിച്ചിണെങ്കിൽ, ഇത് ഞാൻ അറിയുകയാണെങ്കിൽ എൻ്റെ കൈ ക്ഷീണിക്കുമ്പം എനിക്കിത് കൊണ്ടുപോയി കളയാം, അല്ലേ? എന്നതുപോലെ തന്നെ ഇത്രയും വലിയൊരു ശരീരം നിങ്ങളെ നന്നായിട്ട് കൊണ്ടു നടക്കാൻ വേണ്ടിയിട്ടാണ്. പക്ഷെ നിങ്ങൾ ഈ ശരീരത്തിനെ ശ്രദ്ധിക്കാതെ നിങ്ങളെ മനസ്സിലുള്ള ചിന്തയും ആ ചിന്തയെ ചിന്തിക്കണ, അല്ലെങ്കിൽ ആ ചിന്തയെ അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് പിന്നെയും ഒരുപാട് ചിന്ത. അതായത് ഒരു ഫോണാണെങ്കിൽ അതിനൊരു പർട്ടിക്കുലർ മെമ്മറി ഉണ്ട്, അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ കപ്പാസിറ്റി ഉണ്ട്. ഇതാ കപ്പാസിറ്റീൻ്റെ പുറകെ ഫുൾ ആപ്പ് ഡൗൺലോഡ് ചെയ്തിട്ട് സിസ്റ്റം കംപ്ലീറ്റ് സ്റ്റക്കായി. അതിൻ്റെ കപ്പാസിറ്റിയുള്ളൊരു ഹാർഡ്വെയറും സോഫ്റ്റ്വെയറും ഉണ്ട്. എന്നതുപോലെ നിങ്ങളെന്ന് പറയുന്ന ഒരു ശരീരമുണ്ട്. ആ ശരീരത്തിൽ നിന്ന് രൂപപ്പെട്ട് വന്ന കാര്യങ്ങളും, അല്ലെങ്കിൽ ആ ശരീരം വെച്ച് നിങ്ങൾ കണ്ട കാര്യങ്ങളും മാത്രമാണ് നിങ്ങളുടെ ശ്രദ്ധയിലെങ്കിൽ, ഇത് പിന്നെ ഒരു ശവമാണ്. അപ്പോൾ ഈ ശവത്തെ കൊണ്ടു നടക്കുമ്പം എന്തായാലും പേടിയുണ്ടാവില്ലേ? കാരണം ഇതിൻ്റെ ഭാരം നിങ്ങളെ നിരന്തരം, കാരണം ഇതിൻ്റെ ഭാരം എന്ന് പറഞ്ഞാൽ ചില്ലറൊന്നുമല്ല. നിങ്ങൾ കാണുന്ന ഈ 70, 80, 100 കിലോയൊന്നുമല്ല. കാരണം ഇതിൻ്റെ ഉള്ളിൽ സാധനങ്ങൾ വന്നു കഴിഞ്ഞാൽ ടൺ കണക്കിനാണ് ഇതിൻ്റെ വെയിറ്റ് വരുന്നത്. അപ്പോൾ നിങ്ങൾക്കൊരിക്കലും നിങ്ങളെ നടത്തിക്കൊണ്ട് പോകാൻ പറ്റില്ല. അതായത് നന്നായിട്ട് നടക്കുന്ന ഒരവസ്ഥ കംപ്ലീറ്റ് നിങ്ങൾ വലിച്ചു കൊണ്ടുപോകേണ്ടി വരും. അപ്പോൾ പിന്നെ നിങ്ങൾ നല്ല ഈ ലോകത്തിലെല്ലാവർക്കും പ്രശ്നങ്ങളേ ഉണ്ടാവുള്ളൂ. അത് നിങ്ങളുടെ മാത്രം സ്പെഷ്യാലിറ്റി ഒന്നുമല്ല, കാരണം നിങ്ങൾക്ക് ഒരുപാട് പ്രശ്നങ്ങളുള്ളത്. ഓക്കെ, അപ്പം എവിടെയാണോ ശ്രദ്ധ കൊണ്ടുവരുന്നത് അവിടെ ഇത് ലൈറ്റാവും, ഭയങ്കര ലൈറ്റ്. കാരണം എന്താ, അവിടെ തീരുമാനങ്ങളൊന്നുമില്ല, ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും. കാരണം നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുകയല്ലേ. അവർ പറഞ്ഞ് നമുക്ക് വേണമെങ്കിൽ ക്വസ്റ്റ്യൻ ചെയ്യാം. ഓക്കെ, അങ്ങനെയാണോ നിങ്ങൾ പറഞ്ഞത്, എന്തുകൊണ്ട് നിങ്ങൾ അങ്ങനെ പറഞ്ഞു? ഓക്കെ, പക്ഷെ ആളുമായിട്ടുള്ള ബന്ധം നമ്മൾ വിടണില്ല. അതുപോലെ തന്നെ അയാളെ ബുദ്ധിമുട്ടാക്കാൻ വേണ്ടിയിട്ടും നമ്മൾ ചോദ്യം ചെയ്യണില്ല. നമ്മളെ ഈ അലൈൻമെൻറ്റിലേക്ക് വരാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ എന്നെ ഇത് ഞാൻ ചോദിച്ചിട്ടില്ലെങ്കിൽ എനിക്ക് എന്നെ ഫീൽ ചെയ്യാൻ പറ്റില്ലെങ്കിൽ അത് ചോദിക്കുക.
അല്ലെങ്കിൽ വെറുതെ റിമെയിൻ സൈലൻറ്റ്. കാരണം ഓരോരുത്തരും അവരവർ എങ്ങനെയാണെന്നുള്ളതാണ് എക്സ്പ്രസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവരെങ്ങനെ എക്സ്പ്രസ് ചെയ്താലും നമ്മളിത് ബാധിക്കാതെ കൊണ്ടുപോകാനുള്ള പവർ നമ്മളെ ഉള്ളിലുണ്ട്. അതിന് നമ്മൾ പ്രത്യേകിച്ച് ഒന്നും ചെയ്യണ്ട. വളരെ ശാന്തമായിട്ട് നമ്മുടെ ശരീരത്തിൽ നടക്കുന്ന പ്രവർത്തനങ്ങൾക്ക് സ്ഥാനം കൊടുത്ത് കഴിഞ്ഞാൽ അത് ആ ഫുള്ളി പ്രസൻ്റ് ആയാൽ മതി. അപ്പോൾ ലിവിങ് ഇൻ ദ പ്രസൻ്റ് അല്ലേ, ഇതെനിക്കറിയാം, ഇത് ഞാൻ പഠിച്ചു. അല്ല, ഇത് പഠിക്കലല്ല, അത് ആ എക്സ്പീരിയൻസ് ചെയ്തു പോവുകയാണ്. അപ്പോൾ ആ എക്സ്പീരിയൻസ് ചെയ്തു പോയപ്പോൾ ഞാൻ 2 വർഷം നോക്കി, നടന്നില്ല. ഞാൻ 4 മാസം നോക്കി, നടന്നില്ല. അങ്ങനെയല്ല, ദിസ് ഈസ് എ ലൈഫ് ലോങ് പ്രോസസ്സ്. അപ്പോൾ ആ പ്രോസസ്സിൻ്റെ ഭാഗത്ത് നിങ്ങളുടെ ലൈഫിൽ നിന്ന് മാറിയിട്ട് നിങ്ങൾ പ്രത്യേകിച്ച് എന്തെങ്കിലും ചെയ്യുന്നത് കൊണ്ടാണ് ഇതിന് ക്ലാരിറ്റി കിട്ടാത്തത്. കാരണം ഇത് ബലം പിടിച്ചാൽ കിട്ടണതല്ല. അല്ലെങ്കിൽ ഇത് ഈ ആകാശത്തിനെ പോലെ അല്ലേ, ഇപ്പോൾ നമുക്ക് എത്ര ഡിഫറെൻറ്റ് കളേഴ്സാണ് അല്ലേ, മേഘങ്ങൾ, അത് ഇത് എല്ലാം ഒന്ന് മാറിപ്പോവാം. ബട്ട് ദ സ്കൈ ഈസ് സ്റ്റിൽ ദ സെയിം. അപ്പോൾ നമുക്ക് സ്കൈ ക്യാൻ വി ടച്ച് ദ സ്കൈ? ഇല്ല, വി ക്യാൻ ഓൺലി ഫീൽ ദ സ്കൈ. അതുപോലെ തന്നെ നമുക്കൊരിക്കലും അതെന്താണ് എന്നുള്ള ഭാഗം അങ്ങനെയൊന്നുമില്ല. കാരണം ഈ മാറ്റങ്ങൾ എവിടെയാണോ മാറിക്കൊണ്ടിരിക്കുന്നത് അവിടെ നമ്മൾ സ്വസ്ഥമായിട്ടിരിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അവിടെ ഇരിക്കാനുള്ള സംഭവമുണ്ട്. കാരണം ഇതിങ്ങനെയാണ്. അപ്പോൾ അതിങ്ങനെ പലതും വന്ന് മേഘങ്ങളായിട്ടും മഴയായിട്ടും ചൂടായിട്ടും വെയിലായിട്ടും എല്ലാം വന്നു പോകും. ബട്ട് ദ സ്കൈ റിമെയിൻ ദ സ്കൈ എന്നതുപോലെ തന്നെയാണ് നമ്മൾ, മനസ്സിലായ? അതുകൊണ്ട് എത്രത്തോളം ആ സ്റ്റെബിലിറ്റിയുമായിട്ട് എനിക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടോ അത്രയും ശാന്തമാണ്. വേറെ ഒരു സംഭവമില്ല. അപ്പം നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും ഇങ്ങോട്ട് വരാം, എപ്പോൾ വേണമെങ്കിലും വിളിക്കാം. ഒരുപാട് ആൾക്കാർ വിളിക്കുന്നുണ്ട്. ആൻഡ് വി ആർ ഹാവിങ് ഗുഡ് കോൺവെർസേഷൻ. പ്രത്യേകിച്ച് നിങ്ങൾക്കൊന്നും പറഞ്ഞു തരാനൊന്നുമില്ല. നിങ്ങൾ ഈ വീഡിയോ കേൾക്കുമ്പം നിങ്ങൾക്കും ആശ്വാസം കിട്ടിയിട്ടുണ്ടെങ്കിൽ ആ ആശ്വാസം നിങ്ങളിലുള്ളതാണ്. അവിടെയാണ് വീണ്ടും ശ്രദ്ധ കൊടുക്കേണ്ടത്. അപ്പോൾ ഞാൻ ശ്രദ്ധിച്ച് കേട്ടപ്പം ഓക്കേ, ഒരു സംഭവം കിട്ടി. പിന്നെയും ഞാൻ കേൾക്കുമ്പോൾ ഇല്ല, കിട്ടിയില്ല. കാരണം എന്താ? കാരണം അവിടെ പണിയെടുക്കണില്ല. പണിയെടുക്കുക പറഞ്ഞാൽ ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കണില്ല. കാരണം ഈ വീഡിയോ മാത്രം കേൾക്കുക എന്നും വന്നിട്ട്. അല്ലെങ്കിൽ ഇയാൾ എൻ്റെ ഭയങ്കര ഫേവറേറ്റാണ്, അയാളെ വീഡിയോ മാത്രം കേൾക്കുക. അല്ലെങ്കിൽ 45 മിനിറ്റ് മെഡിറ്റേഷൻ മാത്രം ചെയ്യുക. അപ്പോൾ ഡീൽ ചെയ്യാനുള്ള കുറേ കാര്യങ്ങളുണ്ട്. ഇതൊന്നും തൊടുന്നില്ല. ആ ഹാപ്പനിങ്ങുമായിട്ടുള്ള കണക്ഷനാണ് വരേണ്ടത്. നിരന്തരം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളിൽ ഈ ശരീരവും ഈ ഹൃദയവും ഈ ശ്വാസവും ഇങ്ങനെ തുടർന്ന് പോകുന്നുണ്ട്. ഓക്കെ, ആ തുടർച്ചയുടെ കൂടെ നിന്ന് ഈ കാര്യങ്ങളെ കൃത്യമായിട്ട് ഡീൽ ചെയ്യുമ്പോൾ ഒരു തരത്തിലുള്ള ഫ്രിക്ഷനും ഇല്ല, ഒരു തരത്തിലുള്ള ഹെവിനെസ്സും ഇല്ല, ഒരു തരത്തിലുള്ള രോഗങ്ങളും ഇല്ല. കാരണം നമ്മളെ എക്സ്പ്രസ് ചെയ്യാത്ത നിമിഷങ്ങളിൽ മുഴുവൻ നമ്മുടെ ബോഡിയിൽ പലതരത്തിലുള്ള വിഷങ്ങളാണ് രൂപപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. കാരണം എന്താ? ആ വിഷം പണ്ട് നമ്മൾ കേട്ടിട്ടുണ്ട്. അതായത് ഇപ്പം ഞാനൊക്കെ ചെറുപ്പത്തിൽ ഈ പാമ്പൊക്കെ വന്നാൽ അല്ലെങ്കിൽ എന്തെങ്കിലും പേടിപ്പെടുത്തുന്ന സംഭവങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഭയങ്കര സ്പീഡിൽ ഓടി കഴിയുമ്പോൾ കുറച്ച് കഴിയുമ്പോൾ ഇതെങ്ങനെ ഇത്ര സ്പീഡ് എനിക്കില്ലല്ല. പിന്നെയാണ് മനസ്സിലാവുക എന്താ ആ പേടി എൻ്റെ ബോഡിയിൽ ഒരു പ്രത്യേക പവർ എനിക്ക് തന്നു. പക്ഷെ ഓടിക്കഴിയുന്നത് കൊണ്ട് തന്നെ ആ തന്ന എനർജി ബോഡിയിൽ ഡിസോൾവായി. പക്ഷെ ഇന്നങ്ങനെയല്ല. ഇന്ന് സ്വന്തം ചെയറിൽ ഇരുന്നിട്ടാണ് എല്ലാവരും പേടിക്കുന്നത്. എന്നിട്ട് ആ ചെയറിൽ ഇരുന്നിട്ട് തന്നെ പേടി മാറ്റാൻ പിന്നെയും പേടിക്കുക. അപ്പോൾ എന്താ സംഭവിക്കണത്? എന്തോ ഒരു പേടിക്ക് വേണ്ടിയിട്ട് നമ്മളെ ബോഡിയിൽ ജനറേറ്റ് ചെയ്ത ഒരു സെക്രിയേഷൻസ് നമ്മളെ ബോഡിയിൽ അത് ഓൾറെഡി ടോക്സിക് ആവും. കാരണം അതുകൊണ്ടാണല്ലോ ഒരു എക്സ്ട്രാ പവർ തരുന്നത്. കാരണം ആ എക്സ്ട്രാ പവർ എന്ന് പറയുമ്പോൾ നമ്മളെ ഹാർട്ടിൻ്റെ ബീറ്റ് കൂടുന്നുണ്ട്, നമ്മളെ ബ്രത്തിൻ്റെ റിതത്തിൽ വേരിയേഷൻ വരുന്നുണ്ട്, നമ്മളെ ബലം പിടുത്തം വരുന്നുണ്ട്.
അപ്പോൾ അങ്ങനെയുള്ള ഒരു എനർജി നമ്മളിലേക്ക് തന്നിട്ട് നമ്മൾ ഓടിക്കഴിയുമ്പം ഒരു പക്ഷേ വി ക്യാൻ സ്പെൻഡ് ഇറ്റ് വൈസ്ലി. പക്ഷേ നമ്മളെ ഡൈനിങ് ഹാളിലെ ചെയറിൽ രാത്രി കിടന്നുറങ്ങുന്ന ബെഡിൽ ഇരുന്നിട്ടാണ് ഈ ഭയം ഉള്ളതെങ്കിൽ ഈ എനർജി സ്പെൻഡ് ആവണില്ല. ഈ ക്രിയേറ്റ് ചെയ്ത ഈ സാധനം തന്നെയല്ലേ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൻ്റെ എല്ലാത്തിനും ഈ വിഷമയമായിട്ടുള്ള ഒരു മനുഷ്യനായിട്ട് മാറിക്കൊണ്ടിരിക്കുക. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഒന്ന് ബോഡിയൊക്കെ മൂവ് ചെയ്ത് ഡാൻസൊക്കെ കളിച്ച് മഴയൊക്കെ കൊണ്ട് കുറച്ച് നടന്ന് എല്ലാം ചെയ്യാം. പക്ഷെ ഒന്നിനും വേണ്ടിയാവരുത്. വാട്ട് എവർ യു ആർ ഡൂയിങ് ഇൻ യുവർ ലൈഫ്, ജസ്റ്റ് ടു ഫീൽ യുവർ ലൈഫ് ഓൺലി. ദർ ഈസ് നത്തിങ് എൽസ് അതർ ദാൻ യു ദാറ്റ് യു ഗോയിങ് ടു ഗെറ്റ് ഫ്രം യുവർ ലൈഫ്. അങ്ങനൊരു സംഭവമില്ല. നിങ്ങളെക്കാൾ വലുതായിട്ട് ഈ ജീവിതത്തിൽ നിങ്ങൾക്കൊന്നും കിട്ടാനില്ല. ആ രഹസ്യം മനസ്സിലാക്കിയിട്ട് വേണം എല്ലാ കാര്യങ്ങളും ചെയ്യാൻ. അപ്പം ആ എനർജി ഏതെല്ലാം രീതിയിൽ ഡിസ്പേഴ്സ് ചെയ്യാൻ നിങ്ങളെക്കൊണ്ട് സാധിക്കുമോ? അപ്പോൾ ജസ്റ്റ് ഒന്ന് ശ്രദ്ധിച്ചിട്ട് എവിടെയെല്ലാം ബലം പെടുത്തുന്നുണ്ടോ അതിൻ്റെ കൂടെ ഇരിക്കുക. അപ്പോൾ ഭയം വരും. ഭയം വരട്ടെ. വരണ ഭയത്തെ നിങ്ങളെന്ത് ചെയ്യുക? ആ ഭയം വരുമ്പോൾ നിങ്ങൾക്ക് ശ്രദ്ധ മാറ്റാൻ തോന്നുന്നുണ്ടെങ്കിൽ വിളിച്ച് നമുക്ക് പതുക്കെ ഡീലാക്കാം. നമുക്ക് ഒരുമിച്ചിരുന്ന്, അല്ലാതെ സെഷനും ക്ലാസ്സും ഒന്നുമില്ല. ആൾക്കാരൊക്കെ വിളിക്കും, എന്ത് സെഷൻ ഉണ്ടോ, ക്ലാസ് ഉണ്ടോ? ഇല്ല, അങ്ങനെയൊന്നുമില്ല. എപ്പം വേണമെങ്കിലും വിളിക്കുക, സംസാരിക്കുക. എന്തെങ്കിലും ഫീ ഒന്നുമില്ല. ഈ സെയിം നമ്പർ തന്നെയാണ് ഗൂഗിൾ പേ. നിങ്ങൾക്ക് വേണമെങ്കിൽ എന്തെങ്കിലും ഇടണമെങ്കിൽ ഇടാം, ഇടണ്ടെങ്കിൽ ഇടണ്ട, ഒരു കുഴപ്പമില്ല. കാരണം ഇതിനൊന്നും പ്രത്യേകിച്ച് സംഭവങ്ങളൊന്നുമില്ല. പിന്നെ എല്ലാ മനുഷ്യന്മാരും അല്ലേ, ജീവിക്കണമല്ല. അപ്പോൾ അതൊക്കെ എല്ലാം ഓരോരുത്തരും, ഇപ്പം ഞാൻ എന്താണ് ചെയ്യണമെന്നുള്ളത് കംപ്ലീറ്റ്ലി എൻ്റെ നിയന്ത്രണത്തിലുള്ള കാര്യങ്ങളാണ്. ആൻഡ് ദ വേ ഐ ആം ലിവിങ് മൈ ലൈഫ് ഈസ് കംപ്ലീറ്റ്ലി ഓൺ മൈ കൺട്രോൾ. അല്ലെങ്കിൽ ദ വേ ഐ ആം ക്രിയേറ്റിംഗ് മൈ എക്സ്പീരിയൻസ്. സോ നിങ്ങളുടെ ജീവിതവും നിങ്ങൾ എന്താണ് ചെയ്യേണ്ടതെന്ന് എല്ലാം നിങ്ങളുടെ കൺട്രോളിലായിരിക്കണം. അല്ലാതെ അയാൾ ഇന്നത് വിചാരിക്കുമോ, എന്നേക്കാൾ ക്യാമനായിട്ടൊരാളുണ്ടോ, മോഹൻലാലുണ്ടോ, പ്രൈം മിനിസ്റ്റർ ഉണ്ടോ, അമേരിക്കൻ പ്രസിഡന്റ്, നോ ബഡി ഈസ് ബെറ്റർ ദാൻ യു ഇൻ ദിസ് വേൾഡ്. അങ്ങനെ ഒരാളില്ല ഈ ലോകത്ത്. കാരണം എടുക്കുന്ന ശ്വാസവും കഴിക്കുന്ന ഭക്ഷണവും ഈ വരുന്ന ഉറക്കവും ഇത് മാനേജ് ചെയ്യല്ലാതെ വേറെ ഒരു മനുഷ്യനും ഒരു തരത്തിലുള്ള ശക്തിയും കൊടുത്തിട്ടില്ല, അല്ലെങ്കിൽ ഒരു സ്പെഷ്യാലിറ്റിയും കൊടുത്തിട്ടില്ല. So there is none other than special as you. നിങ്ങളെക്കാൾ മെച്ചപ്പെട്ട അവസ്ഥ അനുഭവിക്കുന്ന ഒരാളും ഈ ലോകത്തില്ല. എല്ലാവർക്കും ഒരുപോലത്തെ അനുഭവമാണ്. പക്ഷെ ആ അനുഭവത്തിന് സ്ഥാനം കൊടുക്കാൻ കഴിയാത്തത് കൊണ്ട് മാറി വരുന്ന അനുഭവങ്ങളിൽ അവൻ പെട്ടുപോകുമ്പോൾ അവൻ തന്നെ തീരുമാനം എടുക്കുന്നത്, എന്നേക്കാൾ നല്ലത് അവനാണ്. കാരണം അവൻ്റെ ഉള്ളിൽ ഓൾറെഡി അവനെപ്പറ്റി ഒരു തീരുമാനം ഉള്ളത് കൊണ്ട് മാത്രമാണ് മറ്റൊരാൾ അല്ലെങ്കിൽ മറ്റൊരു മാസ്കുള്ള ആളുമായിട്ടുള്ള ഒരു ബന്ധം അവനിലേക്ക് വരുന്നത്. വളരെ സിമ്പിളാണ് കാര്യങ്ങൾ, വളരെ പവർഫുള്ളുമാണ്. സോ കീപ്പ് ലിവിങ്, കീപ്പ് കണക്റ്റിങ്. എല്ലാവർക്കും കണക്ട് ചെയ്യാം നമുക്ക് ഏത് രീതിയിലും. കാരണം ദർ ഇസ് നോ ലിമിറ്റേഷൻ. കാരണം ഇത് കണ്ട ആകാശവും ഈ ഭൂമിയും പോലെ വിശാലമാണ് നമ്മുടെ ബന്ധങ്ങളും. നമുക്കതിന് ആരെയും പേടിക്കണ്ട, ഒരായും പേടിക്കണ്ട. ഇഫ് യു ആർ മെച്യൂർ ഇനഫ്, ഓക്കെ, യു ക്യാൻ മെസ്സേജ്, യു ക്യാൻ ടോക്ക്, യു ക്യാൻ ഇൻറ്ററാക്ട്. വേറെ കാര്യമൊന്നുമില്ല. ഇനി നിങ്ങൾക്ക് മെച്യൂരിറ്റി ഇല്ലെങ്കിലും ഞാനത് കൃത്യമായിട്ടുള്ള മെച്യൂരിറ്റിയിൽ മാത്രമേ ഡീൽ ചെയ്യുള്ളൂ. സോ ദർ ഇസ് നത്തിങ് ടു വറി. അല്ലാതെ മാളത്തിൽ വിളിച്ചിരിക്കേണ്ട, നിങ്ങൾക്ക് യാതൊരു പ്രശ്നവുമില്ല. ഒരു റൂമിൽ കയറിയിട്ട് ഇൻട്രോവേർട്ടാണെന്നും പറഞ്ഞ് ഇരിക്കേണ്ട ഒരു കാര്യമില്ല. ബിക്കോസ് യു ആർ the gem of your life, so you can remove all gems. മനസ്സിലായില്ലേ? അതുകൊണ്ട് ഒന്നും വേണ്ട. ദിസ് ഈസ് വെരി സിമ്പിൾ. ഇത് നിങ്ങളോട് ഇത് പറഞ്ഞെന്ന് വെച്ചിട്ട് എനിക്ക് എന്തെങ്കിലും കുറയാനോ കൂടാനോ പോകുന്നുണ്ടോ? ഇല്ല, ഒന്നുമില്ല. ദിസ് ഈസ് ജസ്റ്റ് ഹൗ ദ ലൈഫ് ഈസ് വർക്കിംഗ് ഫോർ എവ്രി വൺ. അപ്പോൾ നമ്മൾ ഞാനതങ്ങനെ കുറേ കഷ്ടപ്പെട്ട് ഇനി കഷ്ടപ്പെടണ്ടെന്നുള്ള ഭാഗം തിരിച്ചറിഞ്ഞു. അപ്പോൾ അതിൽ ഒരുപാട് ഏതെല്ലാം രീതിയിൽ അതെന്നെ ബാധിച്ചു എന്നുള്ളതെല്ലാം ഞാൻ സത്യസന്ധമായിട്ട് ഷെയർ ചെയ്യുന്നു. അപ്പോൾ ഡെഫിനറ്റ്ലി നിങ്ങൾക്കും ഇതന്നെ വഴിയുള്ളൂ, വേറെ ഒരു വഴിയില്ല. എന്തെല്ലാം പഠിക്കാൻ പോയാലും
യു വിൽ ഇവൻച്വലി ടയേർഡ്. എത്ര കോടി ഉണ്ടാക്കിയാലും യു ഇവൻച്വലി ടയേർഡ്. കാരണം നിങ്ങളില്ലാതെ നിങ്ങൾക്ക് ഈ ലോകം മുഴുവൻ ഉണ്ടായിട്ടൊരു കാര്യമില്ല. So how well you can give attention to your own self, that well you're going to live. This is something so beautiful. ഇതിൽ വേറെ കാര്യമൊന്നുമില്ല. എന്തിനാ ബലം പിടിക്കുന്നത്? എന്തിനാ നിങ്ങൾ, ഞാൻ, എന്ത് കാര്യത്തിനാണ്? ഓൾവേസ് വി അല്ലേ? അത്രയേ ഉള്ളൂ. അപ്പോൾ നടക്കട്ടെ, കാണാം.